ഇത് നമ്മുടെ വീട്ടിലുള്ള അലോവേര ചെടി തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിന്ന് ഒരു മുറി അലോവേര ചെടി ഇതുപോലൊന്ന് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും എത്ര മുരടിച്ച് വളരാത്ത മുടി നന്നായിട്ട് വളരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് ഇന്നലെ രാത്രി ഞാൻ മുടിയിൽ നന്നായിട്ട് നമ്മുടെ അലോവേര നല്ലതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെ ഒരു അലോവേരന്റെ ഒരു കഷ്ണം എടുത്തിട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കുറച്ച് നേരം മുടി ഒന്ന് അയച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഉണങ്ങി വരും. എന്നിട്ട് നമുക്ക് വാരി പിടിച്ച് കെട്ടി കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേറ്റ് കട്ടിലിന്റെ അടിവശത്തേക്ക് മുടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ മുടി കൊഴിച്ചിലും കുറയും, താരനും മാറും, മുടി നന്നായിട്ട് വളരും ചെയ്യും. അകാലനര വരാതിരിക്കാനൊക്കെ നമ്മുടെ അലോവേര ഒരുപാട് സഹായിക്കും കേട്ടോ. അത്രയും റിസൾട്ടാണ് നമ്മുടെ അലോവേരയ്ക്ക്. അപ്പൊ ഇതൊക്കെ ഞാൻ വീട്ടിൽ നട്ടതാണ് കേട്ടോ. അപ്പൊ ഒത്തിരി ഗ്രോബേഗിലും ചാക്കിലൊക്കെ ആയിട്ട് ഒരുപാട് അലോവേര ചെടികൾ നട്ടിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തൈകളൊക്കെ വരാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ നമ്മുടെ അലോവേര ഉപയോഗിക്കുന്നവർ ചിലർക്കൊക്കെ അലോവേര ഭയങ്കര പ്രശ്നമാണ്. കാരണം അതിലൊരു ചെറിയൊരു മഞ്ഞ കറുണ്ട്. അപ്പൊ അത് കളയുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതാ ഞാൻ ഇതേപോലെ ഈ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. അപ്പൊ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇട്ട് വെച്ച് ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി കേട്ടോ. ശരിക്കും ആ കറക്കൊന്ന് മാറും. കാരണം കറ ഉള്ളപ്പോൾ ചിലർക്കൊക്കെ തലയിൽ ചൊറിച്ചിൽ വരാനും അതേപോലെ തന്നെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിലും മുഖത്തൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ചൊറിച്ചിലായി ഒരു എന്തോ ചേർക്കുന്നത് പറ്റില്ല, മഞ്ഞക്കറ പറ്റുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയുള്ളവർ മാത്രം അത് ചെയ്താൽ മതി കേട്ടോ. എനിക്കൊന്നും അത്ര പ്രശ്നമില്ല. അപ്പൊ ഞാനത് ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പൊ അലോവേര നമ്മളിതാ ഇതുപോലെ സെന്റർ ഇങ്ങനെ കീറി എടുത്തിട്ട് അതിന്റെ ഉള്ളിലേത്തെ ഇതുപോലെ അങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട കേട്ടോ. പിന്നെ അലോവേരയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലെ. അലോവേരയിൽ നല്ലതുപോലെ വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട്, A, C, E ഒക്കെ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുടീന്റെ വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതേപോലെ മുടിക്ക് ഒരു പ്രത്യേക തിളക്കം കിട്ടാനും ഈ ഒരു അലോവേര ഭയങ്കരമായിട്ട് സഹായിക്കും കേട്ടോ. അപ്പൊ എൻ്റെ മുടി ഒരു സമയത്ത് പോയിട്ട് തിരിച്ചെടുത്തത് ഞാൻ ഈ ഒരു അലോവേര മാത്രം ഉപയോഗിച്ചിട്ടാണ്. ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചുമ്മാ അലോവേര ഇപ്പൊ രാത്രിയൊക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ബിസി ആണെങ്കിൽ മാത്രമാണ് കേട്ടോ ചെയ്യാത്തത്. അപ്പൊ എനിക്കൊക്കെ പറഞ്ഞാല് ഒരു സമയത്ത് ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊരു നിരക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്നൊക്കെ ഇത് ഭാഗ്യനര, അകാലനര അങ്ങനെയൊക്കെ പറയായിരുന്നു. പക്ഷെ ആ ഒരു നിര ഇപ്പൊ അങ്ങനെയൊന്നും മുടിയിൽ കാണുന്നില്ല. ഇപ്പൊ ഈ ഒരു സമയമായപ്പോഴേക്ക് ശരിക്കും മുടി മൊത്തം നരയ്ക്കേണ്ടതാണ്. അപ്പൊ അതിനൊക്കെ നരയ്ക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു അലോവേര തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ ഒത്തിരി അലോവേര നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് നല്ലൊരു റിസൾട്ട് ആണ് കേട്ടോ. സ്ഥിരമായിട്ട് മുഖത്ത് ആണെങ്കിലും ഇതുപോലെ മുടിയിൽ, അപ്പൊ മുടിയിൽ തേച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. രാത്രി കിടക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുന്നേ ഇതേപോലെ, 1 മണിക്കൂർ അരമണിക്കൂർ മുന്നേ ഇതേപോലെ നന്നായിട്ട് ഒരു കഷ്ണം അലോവേര എടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതാണ് കേട്ടോ ചെയ്യേണ്ടത്. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. കാരണം പലർക്കും പറയുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. നല്ല മാറ്റമാണ് കിട്ടുന്നത്. പിന്നെ അലോവേര നടുന്നതും അലോവേരേന്റെ ചോട്ടിൽ തൈകൾ ഉണ്ടാവാനും എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ വീഡിയോ ഒത്തിരി ഇട്ടിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഒരു അലോവേര ചെടി നട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ചുറ്റും ഒരു 100 തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു അലോവേര ചെടീന്റെ ചോട്ടുന്നാണ് അത്രയും ചെടികൾ ഒത്തിരി. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം അലോവേര, എൻ്റെ അടുത്തുള്ള അലോവേര. അപ്പൊ നമ്മൾ ഏകദേശം മൊത്തം ഈ ഒരു അലോവേര ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാണ് കേട്ടോ, നമ്മുടെ മുട്ടയാണ്. അപ്പൊ മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും മുടിക്ക് വരില്ല കേട്ടോ. പക്ഷെ ഒത്തിരി നല്ലതാണ്. മുടിക്ക് നല്ല കരുത്ത് പകരാനും അതേപോലെ തന്നെ പ്രോട്ടീനുകളാണല്ലോ നമ്മുടെ മുട്ട, അത് നമ്മുടെ മുടിക്ക് നന്നായിട്ട് ലഭിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ വെള്ളം മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ മഞ്ഞ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മഞ്ഞ എടുക്കാം. അപ്പൊ മഞ്ഞ എടുത്തെന്ന് വിചാരിച്ച് ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു വെള്ളയ്ക്ക് ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഒരു തിളക്കാവും, നമ്മുടെ മുടിക്ക് നല്ലൊരു ഭംഗിയൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ നമ്മുടെ ഹെന്ന ചെയ്യുന്ന സമയത്താണെങ്കിലും മുട്ട ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് മുടി നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന്. അപ്പൊ ഇത് എല്ലാതും കൂടി വെള്ളമായതുകൊണ്ട് ശരിക്കും ഇത് അങ്ങനെ പേസ്റ്റ് രൂപത്തിലൊന്നും അരഞ്ഞു കിട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ ചെറുതായിട്ട് അലോവേര അരയാത്തത് ഉണ്ടായിരുന്നു. കാരണം അത് എല്ലാം കൂടി നല്ല
വെള്ളം കൂടുതലാണ്. ഈ അലോവേരയും നമ്മുടെ മുട്ടേൻ്റെ വെള്ളയും എല്ലാം കൂടി ചേർത്തപ്പോൾ അപ്പം ചിലത് അലോവേര അരഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലും പ്രശ്നമില്ല, നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു കാര്യം കൂടി, ഇത് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി, നമ്മുടെ വൈറ്റമിൻ ഇ ഇതുപോലെ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു ഗുളിക ഉണ്ടെങ്കിൽ നല്ലതാണ്, പച്ച കളറിലാണ് കേട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞാൽ ഒത്തിരി ഒന്നും ഉണ്ടാവില്ല, 2-3 തുള്ളി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഹോൾട്ട് നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഒരു 10 ദിവസം കൂടുമ്പോൾ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ മുടി പെട്ടെന്ന് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ല റിസൾട്ടാണ്, മുടി നന്നായിട്ട് കറുത്ത് വരും ചെയ്യും, അകാലനരം മാറും ചെയ്യും, നിങ്ങളുടെ താരൻ എന്ന പ്രശ്നം മാറിക്കിട്ടും. അപ്പം എല്ലാത്തിനും ഒരു നല്ലൊരു പരിഹാരമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇത്. നിങ്ങളൊരു 10 ദിവസം കൂടുമ്പോൾ കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്.